ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചധികം കിച്ചൺ ടിപ്പുകളാണ് കേട്ടോ. എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളവയാണ്. നമ്മൾ പാല് ഫ്രിഡ്ജ് വെച്ചാൽ തന്നെ ചിലപ്പം സ്മെല്ല് വന്നിട്ട് നമ്മൾ കാച്ചാനായിട്ട് എടുക്കുമ്പോൾ ചീത്തയാകാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന നല്ല കിഡിലായിട്ടുള്ള കിച്ചൺ ടിപ്പുകളാണ്. എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ എല്ലാം വീട്ടിൽ ജീരകവും പെരിഞ്ജീരകവും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഡപ്പകളിൽ പെട്ടെന്ന് ഉളുമ്പ് വരാറുണ്ടല്ലേ. ചെറിയ ഒരു കറുത്ത ജീവി. പല സ്ഥലങ്ങളിലും ഉളുമ്പിന് പല പേരുകളാണ് പറയാറുള്ളത്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഉളുമ്പ് വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. ഇതുപോലെ 2-3 ഗ്രാമ്പു നമ്മൾ ജീരകത്തിൻ്റെ ഡപ്പയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഷേക്ക് ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ജീരകമായാലും പെരുംജീരകമായാലും ചീത്തയാവത്തില്ല. ഒപ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും കഴിയും. ചിലരെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കാറുണ്ടാവും. അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ തുരുമ്പ് വന്നിട്ട് മൂർച്ച പോയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത കത്തികൾ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ തുരുമ്പ് മാറ്റിയെടുത്ത് നല്ല മൂർച്ച വെപ്പിക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കോൾഗേറ്റ് ആണ് കേട്ടോ. വൈറ്റ് കോൾഗേറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ. എപ്പോഴും നമ്മൾ കിച്ചൺ ടിപ്പുകളൊക്കെ ചെയ്യുമ്പം ഇതുപോലെ വെള്ള കോൾഗേറ്റാണ് കേട്ടോ നല്ലത്. അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് തുരുമ്പ് വന്ന ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് പുതിയ പേസ്റ്റൊന്നും എടുക്കേണ്ട കേട്ടോ. നമ്മുടെ എല്ലാം വീട്ടിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പേസ്റ്റിൻ്റെ കവർ ഉണ്ടാവുമല്ലോ, അതിനുള്ളിൽ എന്തായാലും കുറച്ച് പേസ്റ്റ് ബാക്കി കാണും. അപ്പോൾ നമുക്ക് ആ പേസ്റ്റ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും നല്ലതുപോലെ പേസ്റ്റ് തേച്ചതിന് ശേഷം നമ്മുടെ എല്ലാം വീട്ടിൽ സെറാമിക്കിൻ്റെ കപ്പുകൾ ഉണ്ടാവുമല്ലോ. ഇനി സെറാമിക്കിൻ്റെ കപ്പുകൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇടികല്ലുണ്ടല്ലോ, അതെടുത്താലും മതി. അത് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റ് തേച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പ് ഇങ്ങനെയൊന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള തുരുമ്പും പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പിന് നല്ല മൂർച്ചയും കിട്ടും. അരമൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ കത്തിയുടെ മൂർച്ച കൂട്ടാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ ഞാൻ ഈ ഒരു കത്തിയുടെ പിടിഭാഗത്തുള്ള തുരുമ്പും കൂടി ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം ഈ കത്തി ഒന്ന് നോക്കിക്കേ. ആദ്യം കാണിച്ച കത്തിയും ഇതും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടിപ്പ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. അപ്പം തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. പോഷിന്റെ പ്ലാസ്റ്റിക് വെയേഴ്സ് ആണ് കേട്ടോ. ഇത് എയർ ടൈറ്റ് ആണ്, അതുപോലെ തന്നെ ലോക്ക് ഫിറ്റ് ആണ്, ഒരുപാട് അൺബ്രേക്കബിൾ ആണ്, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യക്കാർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് മിക്ക ആൾക്കാരും പരാതി പറയുന്ന ഒന്നാണ്. കോഫി പൗഡർ വാങ്ങിച്ചുകൊണ്ട് വന്ന് 1-2 പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ കട്ട കെട്ടുന്നു എന്നുള്ളത്. ഇതൊഴിവാക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് കോഫി പൗഡർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിൽ സൂക്ഷിക്കുവാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു കോഫിയുടെ മണം നഷ്ടപ്പെടാണ്ട് നല്ല ഫ്രഷ്നെസ്സോട് കൂടി ഒട്ടും തന്നെ കട്ട കെട്ടാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം പകുതിയിൽ കൂടുതൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതുകൊണ്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കേട്ടോ കോഫി പൗഡർ ഇരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് വന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ കുറച്ച് അരി ഉണ്ടല്ലോ നമ്മൾ വേവിക്കുന്ന, അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കിഴി കെട്ടി നമ്മുടെ കോഫി പൗഡറിൻ്റെ ബോട്ടിനുള്ളിലാക്കി വെക്കുകയാണെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണ്ട് തന്നെ നമുക്ക് കോഫി പൗഡർ കട്ട കുട്ടാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ
ഇതുപോലെ കിഴി കെട്ടി വെക്കുന്ന സമയത്ത് അരി കോഫിയിൽ വീഴാതിരിക്കാനായിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് നല്ലതുപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടിവെക്കാനായിട്ട് മറക്കരുതേ. ഞാൻ ഈ 2 ടിപ്പും ചെയ്ത് നോക്കിയതിൽ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിൽ പലരും കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ കാണാറുണ്ട്, അതുപോലെ തന്നെ ചിലർ പാട്ട് കേൾക്കാറുണ്ട്. പലർക്കും പല ഹോബി ആയിരിക്കുമല്ലോ. പക്ഷേങ്കിൽ നമ്മൾ ഇതുപോലെ അടുക്കളയിൽ സ്ലാബിൻ്റെ സൈഡിൽ മൊബൈൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന എണ്ണയൊക്കെ ഇതിലേക്ക് തെറിച്ച് വീഴും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നനഞ്ഞ കൈകൊണ്ട് തന്നെ ഫോണൊക്കെ വരുമ്പം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോൺ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ക്ലിങ് ഫിലിം ഉണ്ടാവുമല്ലോ, അതുപയോഗിച്ച് മൊബൈൽ നല്ലതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം തെറിച്ചാലോ അല്ലെങ്കിൽ എണ്ണ വീണാലോ ഒന്നും പെട്ടെന്ന് ചീത്തയായി പോയില്ല. ഈ ഒരു ടിപ്പ് മഴ സമയത്ത് 2 വീലർ ഉപയോഗിക്കുന്നവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ മഴ സമയത്ത് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലൊരു ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ഉപയോഗിച്ച് ഫോൺ ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം പോവുകയില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികളാവും കാണുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എവിടെ നിന്നാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടിപ്പ് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമ്മളിൽ പലരുടെ കയ്യിലും ഇതുപോലെ മൊബൈലിൻ്റെ സ്റ്റാൻഡ് കാണാറുണ്ട്. അങ്ങനെയുള്ളവരത് ഇതുപോലെ ഫോൺ അതിലേക്ക് വെച്ചിട്ട് വീഡിയോസുകളൊക്കെ അടുക്കളയിൽ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. പക്ഷേ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെയുള്ളവർ ഫോൺ നമ്മൾ ഡയറക്റ്റായിട്ട് കിച്ചൺ സ്ലാബിലേക്ക് വെക്കുമ്പം അത് തെന്നി താഴേക്ക് വീഴാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് അടുത്തത്. ഇങ്ങനെ തെന്നി താഴേക്ക് വീഴാണ്ടിരിക്കാനായിട്ട് നമ്മൾ കിച്ചൺ സ്ലാബിന് മുകളിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഫോൺ വെക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡിൽ വെക്കുന്നത് പോലെ തന്നെ ഫോൺ അവിടെ ഇരുന്നോളും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലേ? ഇനി നമ്മുടെ അടുത്ത ടിപ്പ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. ഫ്രിഡ്ജ് ഉള്ളവർക്കും ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ പാല് വാങ്ങിച്ചിട്ട് ചൂടാക്കി വെക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പാലിലൊരു സ്മെല്ല് വരാറുണ്ടല്ലേ. പിന്നെ ആ സ്മെല്ല് വന്ന പാല് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞു പോകും, പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ സ്മെല്ല് വന്നു തുടങ്ങിയ പാല് നമ്മൾ കാച്ചാനായിട്ട് അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണെങ്കിൽ അത് വീണ്ടും പിരിഞ്ഞു പോകില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു ടിപ്പായിരിക്കും. നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. നമ്മളിന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ടിപ്പുകളും എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തത് കൊണ്ട് എണ്ണയുടെ സ്മെല്ലോ അല്ലെങ്കിൽ ചെവയോ ഒന്നും തന്നെ നമ്മുടെ പാലിലുണ്ടാവില്ല കേട്ടോ. ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ഇതുപോലെ നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.